നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. 5ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഗതാഗതവും ആശയവിനിമയവും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാ കൂട്ടുകാരും അത് എഴുതിയെടുത്ത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാ കൂട്ടുകാരും നോട്ട്ബുക്കും പേനയും എടുത്ത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എഴുതിയെടുത്ത് പഠിക്കുക. ബാക്കി ചോദ്യങ്ങളാണ്, തുടർച്ചയായിട്ട് എഴുതുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് മോഡ്സ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തിലെ പ്രധാനപ്പെട്ട 2 ജലഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട്. ഒന്ന് ഉൾനാടനും മറ്റേത് കടൽ അല്ലെങ്കിൽ സമുദ്ര യാത്രകൾ. അതാണ് ജലഗതാഗതത്തിലെ 2 പ്രധാന മാർഗങ്ങൾ. റൈറ്റ് എ നോട്ട് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്. ജലഗതാഗതത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. റെയിൽവേയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ജലഗതാഗതമായിരുന്നു ഇന്ത്യയിലെ ഏക ഗതാഗത മാർഗം. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വെയർ ദെയർ വെയർ പ്ലെൻറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. അതായത് ഉൾനാടൻ ജലഗതാഗതം കായലുകളെയും നദികളെയും ആശ്രയിച്ചാണ് വികസിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ കനാൽസ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. പിന്നീട് നദികൾക്കും കായലുകൾക്കും ഒക്കെ പകരമായിട്ട് കനാലുകളുടെ പണിയും ആരംഭിച്ചു. കനാലുകൾ നിർമ്മിക്കാനും തുടങ്ങി. റൈറ്റ് എ നോട്ട് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. മാരിടൈം ട്രാൻസ്പോർട്ടിനെ കുറിച്ച് കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സമുദ്ര കടൽ മാർഗമുള്ള യാത്രയെക്കുറിച്ച്. ഫോർ ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെയർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. അതായത് അന്തർദേശീയമായ യാത്രകൾക്കും അതുപോലെ തന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനും എടുക്കുവാനും ഒക്കെ നമ്മൾ സമുദ്ര കടൽ മാർഗത്തിലുള്ള യാത്രയാണ് ആശ്രയിച്ചിരുന്നത്. കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടർവേസ്. 2 തരത്തിലുള്ള മാരിടൈം ട്രാൻസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തീരദേശ പ്രദേശത്തെ വാട്ടർവേസും അതുപോലെ അന്തർദേശീയ വാട്ടർവേസും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? എന്താണ് ജലഗതാഗതത്തിൻ്റെ പ്രയോജനങ്ങൾ? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, അതായത് വളരെ ചിലവ് കുറവാണിതിന്. എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ. വളരെ മാലിന്യങ്ങൾ വളരെ കുറവാണ്. അതുപോലെ ഫ്രീ ട്രാൻസ്പോർട്ടബിലിറ്റി, മറ്റുള്ളിടത്തേക്ക് സാധനങ്ങൾ, അതായത് കാർഗോ കപ്പാസിറ്റി കൂടുതലുണ്ട്. അതുപോലെ ഫോറിൻ ട്രേഡ്, വിദേശ കച്ചവടത്തിന് ഉപയോഗപ്രദമാണ്. വാട്ട് ഈസ് പോർട്ട്? ഇനി തുറമുഖം എന്നാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എ പോർട്ട് ഓർ ഹാർബർ ഈസ് എ പ്ലേസ് വെയർ എ ഷിപ്പ് ഡോക്സ് ഓൺ ദ സീഷോർ. കടലിൻ്റെ തീരപ്രദേശത്തോട് കപ്പലുകൾ അടുക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ പോർട്ട് അല്ലെങ്കിൽ തുറമുഖം എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് ആർ ദ മേജർ പോർട്ട്സ് ഇൻ കേരള? കേരളത്തിലെ പ്രമുഖ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, കൊച്ചി. വിച്ച് ആർ ദ മെയിൻ കനാൽസ് ഇൻ കേരള? കേരളത്തിലെ പ്രധാനപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ്? കനോലി കനാലും പാർവതി പുത്തനാറും. കനോലി കനാൽ ആൻഡ് പാർവതി പുത്തനാർ. വാട്ട് ഡിഡ് ഹ്യൂമൻസ് യൂസ് എയർ ട്രാൻസ്പോർട്ട് ഇൻ ദ ഏർലി ഡേയ്സ്? ജനങ്ങൾ ആദ്യമായിട്ട്, അതായത് മനുഷ്യർ വായുവിലൂടെയുള്ള ഗതാഗതം എങ്ങനെയാണ് ആദ്യകാലത്ത് അവർ ചെയ്തത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. മനുഷ്യൻ്റെ ആദ്യകാലത്തെ വായു ഗതാഗത മാർഗങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ബലൂൺസ് ഫിൽഡ് വിത്ത് ഹോട്ട് എയർ വെയർ ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഏരിയൽ ട്രാവൽ. ആകാശയാത്രയ്ക്കായിട്ട് ആദ്യം മനുഷ്യൻ ബലൂണിൽ ചൂട് വായു നിറച്ച് ഉപയോഗിച്ചു. ലേറ്റർ എയർഷിപ്സ് വെയർ ബിൽറ്റ് ബൈ ഫില്ലിംഗ് ലാർജ് ബലൂൺസ് വിത്ത് ഗ്യാസസ് ഓഫ് ലോ ഡെൻസിറ്റി. പിന്നീട് അവരെന്ത് ചെയ്തു? പായ്ക്കപ്പലുകളിലും ബലൂണിലുമൊക്കെ ലോ ഡെൻസിറ്റിയിൽ, സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ദെൻ പാരച്യൂട്ട്സ് വെയർ ഇൻവെൻറ്റഡ് ടു ഹെൽപ്പ് ഡിസെൻഡ് അറ്റ് ലോവർ സ്പീഡ്. വേഗത കുറഞ്ഞ അതിന് ശേഷം പാരച്യൂട്ടുകൾ കണ്ടെത്തി അതിന് വേഗത
മറ്റുള്ളതിനെക്കാട്ടിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സ്പീഡ് കുറഞ്ഞ രീതിയിൽ പോകുന്ന പാരച്യൂട്ടുകളുടെ നിർമ്മാണത്തിൽ മനുഷ്യൻ ഏർപ്പെട്ടു. ഇതാണ് ആകാശയാത്രയ്ക്ക് മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങൾ ആദ്യകാലത്ത്. അടുത്ത ചോദ്യം, ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടുഡേയ്സ് എയർപ്ലെയിൻ? ഇന്നത്തെ പോലെയുള്ള വിമാനം ആദ്യമായി ഉണ്ടാക്കിയത് ആരാണ്? ദ അമേരിക്കൻ ബ്രദേഴ്സ് ഓർവിൽ റൈറ്റ് ആൻഡ് വിൽബർ റൈറ്റ്, അതായത് റൈറ്റ് ബ്രദേഴ്സ്. റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ് ഇതിൻ്റെ ഇന്നത്തെ പോലെയുള്ള എയറോപ്ലെയിനുകൾ കണ്ടുപിടിച്ച വ്യക്തികൾ. വാട്ട് ആർ ദ മോഡേൺ എയർപ്ലെയിൻസ്? മോഡേൺ എയർപ്ലെയിൻസിൽ ഏതൊക്കെയാണ്? ജെറ്റ് ആൻഡ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്. ജെറ്റും സൂപ്പർസോണിക് എയർക്രാഫ്റ്റുമാണ് ആധുനിക രീതിയിലുള്ള ആകാശയാത്രയ്ക്കുള്ള സംവിധാനം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? വായുഗതാഗതത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതിവേഗതയുള്ളതാണ് ഈ ഗതാഗത മാർഗം. കണക്ട്സ് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്സ് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലും ഭൂഖണ്ഡങ്ങൾ തമ്മിലും ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കാൻ ഈ സംവിധാനത്തിന് കഴിയുന്നു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്. അതുപോലെ തന്നെ പ്രതിരോധ മാർഗം, രാജ്യത്തിൻ്റെ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രതിരോധ അടിസ്ഥാനത്തിൽ ഈ ഗതാഗത മാർഗത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നു, അതായത് വായു ഗതാഗതത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? എന്താണ് ഉയർന്നു വരുന്ന ഒരുപാട് വാഹനപ്പെരുപ്പത്തിൽ നിന്നുള്ള പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ, ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ, അതായത് ഗതാഗതക്കുരുക്കുണ്ടാവുന്നു. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. നോയിസ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം. ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ. ഹൈ ട്രാഫിക് ആക്സിഡൻറ്റ്സ്, വലിയ അപകടങ്ങൾ. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസൈക്കിളിസ്റ്റ്, അതായത് സൈക്കിളുകാർക്കും കാൽയാത്രികർക്കും കാൽനടക്കാർക്കും ഈ പോകാനുള്ള സ്ഥലം കുറവാണ്. വാഹനങ്ങളുടെ പെരുപ്പം മൂലം കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ സൈക്കിളിൽ പോകുന്നവർക്കും അവരുടെ ഗതാഗതം വളരെ പ്രയാസകരമായിട്ട് മാറുന്നു. അവർക്ക് പാർക്കിങ്ങിനൊക്കെ സൗകര്യം കുറയുന്നു. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് ആശയവിനിമയം? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അറിവുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ കൈമാറ്റപ്പെടുന്നതിനെയാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്? എങ്ങനെയൊക്കെ നമുക്ക് ആശയവിനിമയം നടത്താം? ത്രൂ കോൺവെർസേഷൻ, സംഭാഷണത്തിലൂടെ നടത്താം. ത്രൂ റൈറ്റിംഗ്, എഴുത്തിലൂടെ നടത്താം. ഓവർ ദ ഫോണിലൂടെ നടത്താം. ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വെൻ ദർ വെയർ നോ ലാംഗ്വേജസ്, സിമ്പിൾസ് ഓർ റൈറ്റിംഗ്? അതായത് ഒരു കാലഘട്ടത്തിൽ ഭാഷയോ സിമ്പിൾസോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യ ഒന്നുമില്ല എന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയത്? ത്രൂ ജെസ്റ്റേഴ്സ്, ആംഗ്യങ്ങളിലൂടെ. ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ്, പ്രത്യേക ശബ്ദത്തിലൂടെ. പെയിൻറ്റിങ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ്, ഗുഹാ ചിത്രങ്ങളിലൂടെ. ത്രൂ ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെൻറ്റ് സൗണ്ട്സ്, അതായത് നമ്മുടെ മുഖത്തെ ചലനം, മുഖത്തു നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ, ശാരീരിക ചലനങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവരോട് സംവദിക്കാൻ സാധിക്കും. യൂസ് ഫയർ ആൻഡ് സ്മോക്ക്, അതുപോലെ തീയ്, പുക, ഇതിലൂടെ ഈ സിമ്പലുകളിലൂടെയൊക്കെ ആശയവിനിമയം നടത്താൻ സാധിക്കും. ഹു വെയർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്? ആരാണ് എഴുത്തുവിദ്യ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്, കണ്ടുപിടിച്ചത്? ദ സുമേറിയൻസ്, സുമേറിയക്കാരാണ്. ദ സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ്, സുമേറിയൻസിൻ്റെ ആ എഴുത്തുവിദ്യയുടെ പേരെന്താണ്? സ്ക്രിപ്റ്റിൻ്റെ, ലിപിയുടെ പേരെന്താണ്? ക്യൂണിഫോം എന്നാണ് ആ ലിപിയുടെ പേര്. വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ഈജിപ്റ്റ്? ഈജിപ്തുകാർ വികസിപ്പിച്ചെടുത്ത ലിപിയുടെ പേരെന്താണ്? ഹൈറോഗ്ലിഫിക്സ്. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇറാസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ്? പല കാലഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് വാർത്തകളും സന്ദേശങ്ങളുമൊക്കെ കൈമാറിയത്?
സ്റ്റോൺ, ഷാർപ്പ് സ്റ്റോൺ കൊണ്ട് സ്റ്റോണിൽ എഴുതി ഒരു കാലത്ത്. മെറ്റൽ സ്റ്റൈൽസിലൂടെ, ലോഹ നാരായങ്ങളിലൂടെ കോപ്പർ പ്ലേറ്റിൽ എഴുതി. അതുപോലെ തന്നെ നാരായത്തിലൂടെ പാം ലീവ്സിൽ, പനയോലകളിൽ എഴുതി. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ എ ഡേയ്സ്? ഇന്ന് മനുഷ്യൻ എങ്ങനെയാണ് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത്? ഫോൺ, ലെറ്റർ, ടെലിവിഷൻ, ഓൺലൈൻ സിസ്റ്റംസ്, ന്യൂസ് പേപ്പർ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ, അതായത് ഫോണിലൂടെ, കത്തുകളിലൂടെ, ടി വിയിലൂടെ, അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, പത്രങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യൻ ഇന്ന് ആശയങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ കൈമാറുന്നത്. വാട്ട് ആർ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഏതൊക്കെ തരത്തിലുള്ള ആശയവിനിമയ മാർഗങ്ങളുണ്ട്? 2 തരത്തിലാണുള്ളത്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും. വ്യക്തിഗതമുണ്ട്, അതുപോലെ തന്നെ ബഹുജനമുണ്ട്. ബഹുജന ആശയവിനിമയമുണ്ട്, വ്യക്തിഗത ആശയവിനിമയമുണ്ട്. വാട്ട് ഈസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങൾ കൈമാറുന്നതിനെ നമുക്ക് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വാട്ട് ആർ ദ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്? എന്തൊക്കെയാണ് അതായത് വ്യക്തിഗത ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻലാൻഡ്, ടെലിഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇത്രയുമാണ് വ്യക്തിഗത ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങൾ. വാട്ട് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് ബഹുജന ആശയവിനിമയം? മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ജനങ്ങളിലേക്ക് സന്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ കൈമാറുന്നതിനെയാണ് നമ്മൾ ബഹുജന ആശയവിനിമയം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്? എന്തൊക്കെയാണ് ആശയവിനിമയ ഉപകരണങ്ങൾ? ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്സ്, സ്ട്രീറ്റ് പ്ലേ. പത്രമുണ്ട്, റേഡിയോ ഉണ്ട്, ടെലിവിഷനുണ്ട്, സെമിനാർ നടത്താം, അതുപോലെ തന്നെ പൊതു മീറ്റിങ്ങുകൾ നടത്താം, അതുപോലെ തെരുവ് നാടകങ്ങൾ നടത്താം. റൈറ്റ് ഇൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഡെയിലി ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിക്കുള്ള ഇമ്പാക്റ്റ്, സ്വാധീനം എന്താണെന്നാണ് ചോദ്യം. IT മേഖലയ്ക്കുള്ള സ്വാധീനം. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ടു കം ടുഗദർ. അതായത് ലോകത്തിലെ മനുഷ്യരെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിലെത്തിക്കാൻ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് സാധിക്കുന്നു. മേക്കിംഗ് ദ വേൾഡ് ഗ്ലോബൽ വില്ലേജ്. അതായത് നമ്മുടെ ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കാൻ കഴിയുന്നു. എനേബിൾസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ടു റിമോട്ട് ലൊക്കേഷൻസ്. റിമോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്ഥലനിർണയം നടത്താൻ സാധിക്കും. ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിക്കംസ് ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ്. അതുപോലെ ആശയങ്ങൾ വളരെ വേഗത്തിലും കൃത്യതയോടെയും കൈമാറാൻ സാധിക്കും. ഇമേജസ്, സൗണ്ട്സ് ആൻഡ് വീഡിയോ ആർ യൂസ്ഡ് ടു കൺവേ ഐഡിയാസ്. ഇന്ന് ആശയങ്ങൾ കൈമാറാൻ നമുക്ക് ചിത്രങ്ങൾ, ശബ്ദങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആശയങ്ങൾ കൈമാറാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അയക്കാൻ സാധിക്കും. യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻ. കൂടാതെ IT മേഖലയിലൂടെ നമുക്ക് ആരോഗ്യപരമായ ശ്രദ്ധകളും അതുപോലെ വാണിജ്യപരമായ കച്ചവടപരമായ സാധ്യതകളും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി ഇത് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതിയെടുക്കുക. പുസ്തകം നന്നായിട്ട് വായിക്കുക. അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.